സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഓരോ ദിവസവും 2 ഡിഗ്രിയിലേറെ വരെ ചൂട് കൂടുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇന്നലെ രേഖപ്പെടുത്തിയ താപനില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞായറാഴ്ച ഇത് 36.7 ഡിഗ്രി ആയിരുന്നു. 3.3 ഡിഗ്രിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് കൂടിയത്. പുനലൂരിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച ഇത് 35.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഒരു ദിവസം കൊണ്ടുണ്ടായത് 2.7 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. കണ്ണൂർ എയർപോർട്ടിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 37.9 ഡിഗ്രി ആയിരുന്നു ഇന്നലത്തെ താപനില എന്ന് പറയുന്നത്. ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും വൻതോതിൽ താപനില ഉയരുന്നുണ്ട്. ഇന്നലെ 37.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച ഇത് 34 ഡിഗ്രി ആയിരുന്നു. 3.2 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ കൂടിയത്. ഇനി കൊച്ചി സിയാലിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 36.3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ 33.6 ഡിഗ്രി ആയിരുന്നു ഞായറാഴ്ചത്തെ താപനില. ഇത് 2.6 ഡിഗ്രി ഉയർന്ന് ഇന്നലെ ആയപ്പോൾ 36.2 ഡിഗ്രി വരെയായി ഉയർന്നു എന്നതാണ്. ഇനി വെള്ളാനിക്കര, തൃശൂർ വെള്ളാനിക്കരയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ 36.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ 1.7 ഡിഗ്രിയാണ് കൂടിയത്. ഇനി അടുത്തത് കരിപ്പൂർ എയർപോർട്ടിൽ 34.4 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ഞായറാഴ്ചത്തെ താപനിലയിൽ കുറവ് വന്നത് കണ്ണൂരിൽ മാത്രമാണ് കേട്ടോ. 0.3 ഡിഗ്രി മാത്രമാണ് കുറവ് വന്നത്. ഇന്നലെ 34.7 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെയാണ് വിവിധ ഇടങ്ങളിൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. പുറത്തിറങ്ങുമ്പോൾ കുട കരുതണം. അതോടൊപ്പം തന്നെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.